പ്രൈസ് ലോർഡ്. എല്ലാവർക്കും വന്ദനം. പുതുവർഷ പുലരിയിൽ പുത്തൻ പ്രതീക്ഷകളുമായി ആയിരിക്കുന്ന ഈ നല്ല നിമിഷങ്ങളിൽ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നതോടൊപ്പം ഒരു തിരുവചനം നിങ്ങളുടെ അനുഗ്രഹത്തിനായി ഞാൻ വായിക്കുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 23-ാം വാക്യം. നീ ഏറ്റവും പ്രിയനാകുകയാൽ നിന്റെ യാചനകളുടെ ആരംഭത്തിങ്കൽ തന്നെ കൽപ്പന പുറപ്പെട്ടു, നിന്നോട് അറിയിക്കുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഇത് ദാനിയേൽ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യൻ സ്വർഗത്തിലെ ദൂതഗണങ്ങളിൽ പ്രധാനിയായ ഗബ്രിയേൽ വന്ന് ആ പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടിയുള്ള ഒരാലോചനയുടെ കൈമാറ്റമാണ് വാക്യത്തിൻ്റെ ഇതിവൃത്തം. ഈ വാക്യം വായിച്ചപ്പോൾ 2025 സന്ദേശം എൻ്റെ ഹൃദയത്തിൽ ഉരുവായ ഒരു കാര്യം ഇങ്ങനെയാണ്: ദൈവത്തിന് പ്രിയമുള്ളവരായിരിക്കുക. എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ചൊരു കാര്യം, ദാനിയേലിനോട് ദൂതൻ വന്ന് പറയുന്ന, ഗബ്രിയേൽ വന്ന് പറയുന്ന വാക്കുകളാണ്. നീ ഏറ്റവും പ്രിയനാകയാൽ. നമ്മൾ പലർക്കും പ്രിയരാണ്. നാം ചിന്തിച്ചിട്ടുണ്ടോ, നാം ദൈവത്തിന് പ്രിയരാണോ? ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പ്രാർത്ഥനാ മനുഷ്യനാണ് ദാനിയേൽ. സ്വർഗത്തിലെ ഒരു പ്രത്യേക ചലനം ദാനിയേലിനോടുള്ള ബന്ധത്തിൽ പ്രതിഫലിക്കുവാനുള്ള കാരണം മറ്റൊന്നല്ല, തൻ്റെ പ്രാർത്ഥനാ ജീവിതമാകാം. അതിൽ സ്വർഗത്തിലെ പ്രധാന ദൂതന്മാരിൽ ഒരാളായ ഗബ്രിയേൽ വന്ന് ദാനിയേലിനോട് പറയുന്ന ആ സന്ദേശത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ ആഴമാണ് എന്നെ വളരെ സ്പർശിച്ചത്. നീ എനിക്ക് പ്രിയനാണ്. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ ഒരു മറുപടി, സ്വർഗത്തിൽ നിന്നൊരു കൽപ്പന ദാനിയേലിന് വേണ്ടി പുറപ്പെട്ടു എന്ന്. എത്ര ആഴവും സ്പർശനവുമാണ് ആ വചനം. നാം എത്രയോ പേരെ പ്രീതിപ്പെടുത്തിയും പ്രിയരായും ഈ ലോകത്തിൽ ജീവിച്ചു. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അത് നിരാശയും വേദനയുമല്ലേ നമ്മെ സമ്മാനിച്ചത്? അങ്ങനെയെങ്കിൽ ഇന്നലകളെ ഓർത്ത് നാം പ്രയാസപ്പെടേണ്ട. ഒരു പുതിയ പ്രതീക്ഷയാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. ആ പ്രതീക്ഷകളെ വരവേൽക്കുന്ന ഈ പ്രാരംഭ സുദിനത്തിൽ തന്നെ നമുക്ക് ഒരു സമർപ്പണത്തോടെ ദൈവിക പാദപീഠത്തിലേക്ക് അടുത്ത് എന്ന് ദൈവത്തോട് പറയാം, ദൈവമേ, അങ്ങയ്ക്ക് പ്രിയമുള്ളത് ചെയ്ത് അങ്ങയുടെ പ്രിയനായി തീരാൻ എന്നെ സഹായിക്കണമേ. അപ്പോൾ ദാനിയേലിനോട് പറഞ്ഞതുപോലെ തന്നെ ഒരു ദൈവിക അരുളപ്പാട് നമ്മളെ തേടിയെത്തും. നീ എനിക്ക് പ്രിയനാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി ആരംഭത്തിൽ തന്നെ അയക്കുന്നു. ഈ സന്ദേശം കൈമാറുമ്പോൾ ഇന്നലകളിലൂടെ പല പ്രതിസന്ധികളും നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചു. ലോകത്തിൽ പലരും നിങ്ങൾക്ക് എതിരായി, കൂടപ്പിറപ്പുകൾ, സഹോദരങ്ങൾ, സാഹചര്യങ്ങൾ പലതും. പക്ഷേ ദൈവത്തിന് നിങ്ങൾ പ്രിയരായി തീർന്നാൽ ലോകം നിങ്ങൾക്ക് എതിരാണെങ്കിലും ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ദൈവത്തിൻ്റെ കൽപ്പന പുറപ്പെടും. രണ്ട് പക്ഷമില്ല. അങ്ങനെയെങ്കിൽ ഈ ശബ്ദ സന്ദേശം ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, കുടുംബമേ, നിങ്ങളും നിങ്ങളുടെ കുടുംബവും തലമുറകളും എല്ലാം ദൈവത്തിന് പ്രിയരാണ്. ദൈവത്തിന് പ്രിയരാണ്.
നിങ്ങൾക്ക് വേണ്ടി ഈ പ്രാരംഭ മാസങ്ങളിൽ തന്നെ ദൈവത്തിൻ്റെ ഒരു കൽപ്പന പുറപ്പെടും. അത് നിങ്ങൾ വിശ്വസിച്ച് സ്വീകരിക്കുക. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെയിരിക്കും. പുത്തൻ പ്രതീക്ഷകളോടെ, പുത്തൻ ചുവടുകളോടെ, നമുക്ക് ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിൻ്റെ പാദപിടത്തിലായിരുന്ന് നമുക്ക് മുന്നേറാം. ചില വാതിലുകൾ നമുക്കായി തുറന്നു വരും. സ്വർഗം നമുക്കായി ചലിച്ചു തുടങ്ങുന്നു. സ്വർഗത്തിൽ നിന്ന് നമുക്ക് വേണ്ടിയുള്ള കമാൻഡിങ് പവർ അയച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തോടെ ഈ 2025 വരവേൽക്കുന്ന പ്രാരംഭ സുദിനത്തിൽ തന്നെ നമുക്ക് വിശ്വസിക്കാം, ഏറ്റുപറയാം, സമർപ്പിക്കാം. ഞാൻ ദൈവത്തിന് പ്രിയനാകും. ഞാൻ ദൈവത്തിന് പ്രിയനാകും. ഈ വചനം ശിരസാ വഹിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷകളോടെ ദൈവത്തിൽ നിന്ന് വലിയ പ്രതീക്ഷിച്ച് ദൈവത്തിനു വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യാൻ ദൈവം നിങ്ങൾക്ക് കൃപയും ശക്തിയും ആരോഗ്യവും ബലവും നിങ്ങൾക്ക് കുടുംബമായി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2025 ദൈവത്തിന് പ്രിയരായി ജീവിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലസ് യു.